പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികളായ പ്രതിഭകളോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഉപജില്ലാ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. പക്ഷേ അത് വിധി നിർണയത്തിലെ ചില പാകപ്പിഴകളാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അപ്പീലിന് പോയി അവർക്ക് 1ാം സ്ഥാനം കിട്ടി. പിന്നീട് അവർ ജില്ലാതലത്തിൽ മത്സരരംഗത്ത് പോയി വഞ്ചിപ്പാട്ടിൽ എ ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം നേടി. ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അർഹത, അതിനുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഈ പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികളായ ഈ പ്രതിഭകൾ. നിങ്ങൾ വഞ്ചിപ്പാട്ടിലെ കൂടെ മാത്രമല്ല, ഈ സ്കൂളിന്റെ അഭിമാനമായ കുറേ പിള്ളേരുണ്ട്. പല കുട്ടികളുടെയും വാർത്തകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പെരിന്തൽമണ്ണയ്ക്ക് തന്നെ അഭിമാനമാവുകയാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തപ്പോൾ കുറെ ടീമുകളോട് ഏറ്റുമുട്ടിയായിരിക്കുമല്ലോ നിങ്ങൾ എ ഗ്രേഡും 1ാം സ്ഥാനമൊക്കെ നേടിയത്. അതെങ്ങനെയായിരുന്നു ആ മത്സരം എന്ന് വിശദീകരിക്കാൻ? ഞങ്ങള് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ അപ്പീലിലൂടെയാണ് എനിക്ക് കയറി തന്നെ ചെയ്തായിരുന്നത്. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും ടീമിന്റെ കൂടെ ഞങ്ങൾക്ക് മത്സരിച്ചിട്ട് കിട്ടും എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഓരോരുത്തർ പഠിപ്പിക്കാനും എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു മൊമെന്റ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും സത്യത്തില് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ല, നിങ്ങളുടെ അധ്യാപകരെ ഈ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച്, ഗേൾസ് ഹൈസ്കൂൾ ആയിക്കോട്ടെ, അധ്യാപകരാണ് കുട്ടികളുടെ പ്രതിഭ കണ്ട് അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കുന്ന ഈ അധ്യാപകരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ അധ്യാപകരും അതുപോലെ PT ഒക്കെ വലിയ പിന്തുണ തന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളൊപ്പം നിന്ന് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ ടീച്ചർമാർ വന്ന് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടും ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ സംസ്ഥാന തലത്തിൽ മത്സരത്തിന് പോവുകയാണ് നിങ്ങൾ. സംസ്ഥാന തലത്തിൽ ഇതുപോലെ 1ാം സ്ഥാനം നേടി പെരിന്തൽമണ്ണ സ്കൂളിന്റെ അഭിമാന താരങ്ങളായിട്ട് നിങ്ങൾ തിരിച്ചു വരും എന്നൊരു ഉറച്ച പ്രതീക്ഷ ഉണ്ടാവുമല്ലോ? പ്രതീക്ഷ ഉണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ. സ്വപ്നം കാണണമെന്ന് പറയുന്നത്, സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കണമെന്ന് പറയുന്നത്. സ്വപ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്റ്റേറ്റിൽ പോയി ഇതേപോലെ നല്ല രീതിക്ക് പാടാൻ പറ്റണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ മത്സരത്തിലുള്ള ഇനിയിപ്പോ സംസ്ഥാന തലത്തിൽ മത്സരിക്കുമ്പോ ഒന്നും കൂടി തയ്യാറെടുപ്പ് വേണമല്ലോ. ആ തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ നിങ്ങൾ? തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാക്ടീസിലൊക്കെയാണ്. എന്താ മോളുടെ പേര്? വാണി. ടീമിന്റെ ക്യാപ്റ്റനാണ്. ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. സംസ്ഥാന തലത്തിൽ മത്സരത്തിലേക്ക് പോവുകയാണല്ലോ. എന്താ പേര് മോളുടെ പേര്? എന്താണ്? അനുപമ. നിങ്ങളിപ്പോ ഈ ജില്ലാതലത്തിൽ മത്സരത്തിന് പോയപ്പോൾ ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് ഉപജില്ലകൾ ഉണ്ടായല്ലോ. ഇവരോടൊക്കെ ഏറ്റുമുട്ടിയപ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ജയിക്കുമെന്ന് പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മാക്സിമം കൊടുക്കണം എന്നുള്ളതിൽ തന്നെയാണ് പോയത്. ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ അതിൽ വിജയിച്ചു. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ, എവിടേക്കോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഉപജില്ലാ തലത്തിൽ നടന്ന മത്സരത്തിൽ നിങ്ങൾ 2ാമത് എത്തി, പിന്നെ അപ്പീലിന് പോയിട്ടാണ് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ? ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വാശി ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഒന്നുകൂടെ ഞങ്ങളായിരുന്നു ബെസ്റ്റ് എന്നുള്ളത്, അതിനാണല്ലോ നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്. അപ്പൊ ബെസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ മിടുക്കികൾ, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾ തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹരെന്ന് ഈ ജഡ്ജസിന്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും തെളിയിച്ചു. അതൊരു അഭിമാനകരമായ നേട്ടമല്ലേ? അതെ, ഞങ്ങള് ആ മൊമെന്റിൽ ഞങ്ങള് സബ് ജില്ലയില് ഞങ്ങള് സങ്കടം കൊണ്ടാ കരുന്നെങ്കിൽ ജില്ലയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ നമ്മള് സന്തോഷം കൊണ്ട് അറിയാണ്ട് കരഞ്ഞുപോയി. ഞങ്ങളും പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ വരെ ഞങ്ങൾ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഏട്ടൻ വരെ സങ്കടം കൊണ്ട് ആദ്യം ഞങ്ങള് എന്താ ഉണ്ടായത് ഞങ്ങൾക്ക് അത്രയും പറയാൻ പറ്റാത്ത ഫീലിങ്സ് ആയിരുന്നു. ഇതെല്ലാം കിട്ടി നിങ്ങൾ തിരിച്ച് സ്കൂളിലെത്തിയപ്പോൾ നിങ്ങളുടെ അധ്യാപകരുണ്ടല്ലോ, നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം തരുകയും ചെയ്യുന്ന അധ്യാപകരെ, അവരെങ്ങനെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളോട്. ഞങ്ങൾ അന്ന് വന്നപ്പോ തന്നെ എല്ലാരും കൺഗ്രാറ്റ്സ് പറയുകയും എല്ലാരും ഹാപ്പി ആയിരുന്നു.
ഏതായാലും ഇനി സംസ്ഥാന തലത്തിൽ മത്സരത്തിന് പോവുകയല്ല. അപ്പോൾ സംസ്ഥാന തലത്തിലും നിങ്ങളുടെ ഈ മിടുക്ക് ഈ ഇതുപോലെ നിങ്ങൾ പെർഫോം ചെയ്താൽ ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് നിങ്ങൾ പാടി സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലേ? ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങക്ക് ഒന്നുകൂടെ ഒരു ആത്മവിശ്വാസം വാശി വന്നിട്ടുണ്ട്. സ്വപ്നം കാണുക, അതൊപ്പം സഞ്ചരിക്കുക. എന്തായാലും നിങ്ങൾക്ക് സംസ്ഥാന തലത്തില് ഒന്നാം സ്ഥാനം കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. സ്കൂളിലെ പ്രിൻസിപ്പാൾ ലത ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. പല പ്രാവശ്യം ഇവിടെ വരുമ്പോഴൊക്കെ ടീച്ചർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ സ്കൂളില് കഴിവുള്ള പ്രതിഭയുള്ള ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ പ്രതിഭയ്ക്കനുസരിച്ച് അവർക്ക് വളരാനുള്ള അവസരം ഈ സ്കൂളിലെ PTA-യും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്ന് ഒരുക്കി കൊടുക്കുമെന്ന്. ശരിക്കും ഈ പിള്ളേര് ഉപജില്ലയിൽ പോയിട്ട് 2ാം സ്ഥാനം നേടിയപ്പോൾ അതല്ല ഒന്നാം സ്ഥാനത്തിന് അർഹരാണെന്ന് അവര് തെളിയിച്ചു. അപ്പീലിൽ പോയിട്ടായാലും ആ വാശിയോടെയാണ് ജില്ലാതലത്തിൽ മത്സര രംഗത്ത് പോയത്. അപ്പോൾ ആ മത്സരത്തിലേക്ക് അവർ ജില്ലാതലത്തിൽ പോയപ്പോൾ ആ വാശിയോടുകൂടി ഒന്നാം സ്ഥാനം നേടി തിരിച്ചു വരുമെന്ന് ടീച്ചർ പ്രതീക്ഷിച്ചിരുന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും സംസ്ഥാന തലത്തിൽ എത്തുമെന്ന് തന്നെയാണ്. അവർക്ക് അത് നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹവും പുറമേ ഒരു വാശി കൂടി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവര് സബ് ജില്ലയിൽ ഒരിക്കലും സെക്കൻഡ് ആവുന്നു ഞാനോ അവരോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അപ്പീൽ വഴി പോയത്. അപ്പം അത് അവര് തെളിയിക്കുകയും ചെയ്തു. അവർക്ക് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ജില്ലാ തലത്തിൽ സാധിക്കുകയും ചെയ്തു. അങ്ങനെ മറ്റ് ചാനൽ ഇന്റർവ്യൂലൊക്കെ ഞാൻ കണ്ടിരുന്നു. അവര് മറ്റ് സദസ്സിനെ ആകെ കയ്യിലെടുത്താണ്, ഞാൻ കണ്ടിട്ട് പ്രോഗ്രാം കാണാൻ പോയിട്ടില്ല, സദസ്സിനെ ആകെ കയ്യിലെടുത്താണ് ഫസ്റ്റ് വാങ്ങിയത് എന്നുള്ളത് അവിടുത്തെ മീഡിയ വിങ്ങിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ അവർക്ക് സംസ്ഥാന തലത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തില് ഒരു ടീം ഇനം ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. ഇൻഡിവിജ്വൽ ഐറ്റംസ് മാത്രമേ ഇതിനു മുമ്പ് പോയതായിട്ട് എൻ്റെ അറിവിലുള്ളൂ. അപ്പൊ അതിലും നമ്മുടെ സ്കൂളിന് പ്രത്യേക സന്തോഷവും അഭിമാനവും ഉണ്ട്. അവർക്ക് സംസ്ഥാന തലത്തിൽ നല്ല മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവര് ശരിക്കും ജില്ലാതല മത്സരം നടന്ന അവിടെ ഞങ്ങളും പോയിരുന്നു. കുറെ മത്സരങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ മത്സരം എത്തുമ്പോഴേക്കും ഒക്കെ ഞങ്ങൾ ചിലപ്പോൾ പിന്നീട് പോന്നിട്ടുണ്ടാകും. പക്ഷെ ഇവര് ഈ പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികള് സദസ്സിനെ മാത്രമല്ല അതിലെ പോയ ആളുകളെ പോലും വെറുതെ കാഴ്ചക്കാരായി വന്നവരെ പോലും കയ്യിലെടുത്താണ് ഇവർ ഒന്നാം സ്ഥാനം നേടിയത്. പിന്നീട് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. എന്തായാലും ഇവര് ശരിക്കും ഇവരുടെ ഈ പെർഫോമൻസ് ഇവരിപ്പോ നന്നായിട്ട് പാടുകയും ഒക്കെ ചെയ്തു. സംസ്ഥാന തലത്തില് ഒരു പിള്ളേർ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും ആശംസിക്കുകയാണ് ഇവർക്ക് ഒന്നാം സ്ഥാനം കിട്ടും. ഇങ്ങനെയാണ് അവര് പെർഫോം ചെയ്യുന്നതെങ്കിൽ എന്തായാലും ടീച്ചറുടെ അഭിപ്രായത്തിൽ അവര് സംസ്ഥാന തലത്തില് ഒന്നാം സ്ഥാനം നേടിയും കൂടി വരുമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ സ്കൂളിന് അതൊരു അഭിമാനകരമായ നേട്ടമാണ്, ഒരു ചരിത്ര സംഭവമായിരിക്കും. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംസ്ഥാന തലത്തിലേക്ക് ഒരു ടീം ഇനം പോയിട്ടില്ല. അപ്പൊ ഇവരിപ്പോ ഏതാണ്ട് അതിന്റെ അരികിലെത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ ഇവർക്ക് കൂടുതൽ പരിശീലനത്തിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഈ വഞ്ചിപ്പാട്ട് ടീമിനൊപ്പം അവർക്ക് പ്രചോദനം നൽകി അവരെ നയിച്ച് അവിടെ ജില്ലാതല മത്സരത്തിന് ഇവരെ കൊണ്ടുപോയ ജയലക്ഷ്മി ടീച്ചർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ടീച്ചറുടെ ഒപ്പം ഈ കുട്ടികൾ വരുമ്പോൾ ഉപജില്ലാതലത്തിൽ അവർ വാശിയോടുകൂടി അപ്പീലിന് പോയി നേടി ഒന്നാം സ്ഥാനം. ജില്ലാതലത്തിൽ പോയപ്പോൾ അപ്പീലൊന്നും വേണ്ട, ഒന്നാം സ്ഥാനം നേടിയിട്ട് തന്നെ പോരുള്ളൊന്നൊരു വാശി കുട്ടികൾക്കുണ്ടായിരുന്നു. ടീച്ചർക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വാശിയല്ല, അവർക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് എന്തായാലും കിട്ടുന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഒരു നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു, നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ സബ് ജില്ലാ തലത്തിൽ നിന്ന് ചെയ്തതുപോലെ അല്ലാതെ അവർ നന്നായി പെർഫോം ചെയ്യാനും പറ്റിയിരുന്നു. ഇവിടെ അപ്പീൽ വേണ്ടി വന്നെങ്കിൽ അവിടെ ഒരു അപ്പീലും വേണ്ടി വന്നില്ല. അവര് അപ്പീൽ ചെയ്യാൻ പറ്റാത്തതുപോലെ അവർ പെർഫോം ചെയ്തു. അതായത് ഇവരുടെ ഈ കഴിവ്, ഇവരുടെ ഈ പ്രതിഭ കണ്ടപ്പോൾ അവിടെയുള്ള ജഡ്ജസ് ഒക്കെ ഒരുപക്ഷെ കണ്ടുതള്ളി ഇനി ഒന്നിനും ഇല്ല, അപ്പീലിനും പോകണ്ട, ഒന്നാം സമ്മാനം ഇവർക്ക് തന്നെ കൊടുത്തേക്കാന്ന് അങ്ങനെ തീരുമാനിക്കുന്ന പ്രകടനമായിരുന്നു അല്ലെ? നന്നായി ചെയ്തിരുന്നു. ഈ കുട്ടികളിൽ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഇത്രയും നേട്ടം ഇവര് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി സംസ്ഥാന തലത്തിൽ പോകുമ്പോൾ
ഇതേപോലെ തന്നെ ഒരു നേട്ടമായിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. ഒന്നാം സ്ഥാനം നേടും, യാതൊരു സംശയമില്ല. ഇല്ല. അപ്പോഴും ടീച്ചറൊപ്പം ഉണ്ട്, ഒപ്പം ഉണ്ടാവും. ഇവരെ കൊണ്ട് ഒന്നാം സ്ഥാനം നേടി ഇവിടെ സ്കൂളിൽ എത്തുന്നവരെ ടീച്ചർ അവരൊപ്പം ഉണ്ട്, ഉണ്ടാവും അല്ലേ? ഏതായാലും കുട്ടികളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും നല്ല ജീവിതത്തിലെ സുന്ദര കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഞാനൊക്കെ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ആ കാലഘട്ടം ഒന്നുകൂടി തിരിച്ചു കിട്ടിയെങ്കിലെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഏതായാലും നിങ്ങൾക്കിപ്പോ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവരും അപ്ഡേറ്റഡ് ആണ്, കുട്ടികളും അധ്യാപകരും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കുറെ അധ്യാപകരെ കിട്ടിയില്ലേ, നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ മത്സരിപ്പിക്കുകയും നിങ്ങൾക്ക് അർഹമായത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന അധ്യാപകരില്ലേ, അതാണ് ഏതായാലും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ടീച്ചർ എല്ലാവരും അറിയാം, എനിക്ക് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ കുട്ടികളുടെയും കഴിവുകൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഏതായാലും സംസ്ഥാന തലത്തിൽ പോയി ഒന്നാം സ്ഥാനം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ കഴിവ് ഏതറ്റം വരെ, നിങ്ങളുടെ ഈ കഴിവെല്ലാം പുറത്തെടുത്താൽ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് വേദികൾ കൂടി കിട്ടുന്ന തരത്തിലാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. എല്ലാ ആശംസകളും നിങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും അവരുടെ ആ കഴിവിനനുസരിച്ച് അവർ പെർഫോം ചെയ്താൽ തീർച്ചയായും അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.